എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള മാൻഡറ്ററി ഫീസ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടതാണ്. ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ മറ്റു കാറ്റഗറിക്കും 540 രൂപയും, SC ST OBC അതുപോലെ തന്നെ OECയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ, അപ്പോൾ അതായത് എഡ്യൂക്കേഷണൽ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് 135 രൂപയുമാണ് മാൻഡേറ്ററി ഫീസായിട്ട് വരിക. വിദ്യാർത്ഥികൾക്ക് admissions.uoc.ac.in എന്ന വെബ്സൈറ്റിലെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് മാൻഡേറ്ററി ഫീസ് അടക്കാനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അത് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു ചലാൻ റെസിപ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാൻഡേറ്ററി ഫീസ് എന്നുള്ള റെസിപ്റ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഈ ഒരു റെസിപ്റ്റാണ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കി എന്നുള്ളതിൻ്റെ ആ ഒരു തെളിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ഫീസ് അതായത് ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ മാൻഡേറ്ററി ഫീസ് റെസിപ്റ്റ് ലഭ്യമായിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് തുടർന്നുള്ള ഇനി വരുന്ന ശേഷമുള്ള 2-3 അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാനുള്ള ലിങ്ക് വിദ്യാർത്ഥികൾക്ക് 25-ാം തീയതി വരെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് അപ്ഡേഷൻ പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതായത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫീ പേയ്മെൻറ്റ് അത് ഫെയിൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു പരാജയ സാധ്യത എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ UPI പേയ്മെൻറ്റുകൾക്ക് പകരം നെറ്റ് ബാങ്കിങ് സംവിധാനം വിദ്യാർത്ഥികൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ മാൻഡറ്ററി ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതും ആയിരിക്കും. ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾക്ക് പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, ഇതിന് മുകളിലുള്ള 4 ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് അത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒഴിവാക്കണം. അത് ഒരു ഉദാഹരണത്തിന് 2ാമത്തെ ഓപ്ഷൻ വേണ്ട എന്ന് കരുതുക. അപ്പോൾ അതിനെ ഒഴിവാക്കണമെങ്കിൽ അതിനെ മാത്രമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു 24-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ എഡിറ്റ്, അതായത് ഓപ്ഷൻ റീഅറേഞ്ച്മെൻ്റ് അല്ല, ഓപ്ഷൻ ഏതെങ്കിലും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ടുള്ള അവസരം ഉള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾ നിലവിൽ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം ഹയർ ഓപ്ഷനിൽ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടാവുകയും ചെയ്ത് അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് നിർബന്ധമായിട്ടും സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഇതോടെ മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും ആയിരിക്കും. അതിനാൽ തന്നെ അത് യാതൊരു കാരണവശാലും വീണ്ടും ആദ്യം ലഭിച്ച അലോട്ട്മെൻറ്റിനെ പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ റദ്ദ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടത് മാത്രം റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അത് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് എഡിറ്റർ അൺലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കോളേജ് കോഴ്സ് എന്നിവ പുനഃക്രമീകരിക്കുന്നതിനോ അതായത് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കോളേജുകൾ കോഴ്സുകൾ കൂട്ടിച്ചേർക്കുന്നതിനോ ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നതല്ല. ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. 2ാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് പ്രോഗ്രാമുകളുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായിട്ട് ഓൺലൈൻ റിപ്പോർട്ടിംഗ് സൗകര്യം വിദ്യാർത്ഥികൾക്ക് 21-ാം തീയതി മുതൽ 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെ സ്റ്റുഡൻറ്റ് ലോഗിൻ ലഭ്യമാണ്. സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള ആ ഒരു അഡ്മിഷനായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമാണ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് പ്രോഗ്രാമുകളിലെ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുള്ളൂ.
കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്രകാരം ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.